ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു പ്രഭാതം കണ്ടുണരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ രാത്രി സുഖമായ ഉറക്കത്തെ തന്നു, നമ്മെ വഴി നടത്തി. ഈ പകൽക്കാല സമയത്ത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനുണ്ട്. അതിനു മുന്നോടിയായിട്ട് അല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ദൈവം നമ്മെ അവിടെ നിന്ന് ഒരുക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ ദൈവമക്കളെയും ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം ശുശ്രൂഷയ്ക്കായി ശുദ്ധീകരിച്ചു. ആപ്തവാക്യമായിട്ട് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ ശുശ്രൂഷയുടെ തുടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരികയും സ്നാനം കൈക്കൊള്ളുകയും ചെയ്തതായിട്ട് കാണുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനാൽ പിന്നീടുള്ളതായ തൻ്റെ ശുശ്രൂഷകളൊക്കെയും വിജയം കണ്ടെത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. സ്വർണം നമുക്കറിയാം. സ്വർണം നമ്മളത് കുഴിച്ചെടുത്ത് ലഭിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് പോലെയല്ല. അതിനകത്ത് പല പദാർത്ഥങ്ങൾ, ലോഹങ്ങൾ മിശ്രിതങ്ങളായിട്ട് അടങ്ങിയിട്ടുണ്ട്. വെള്ളി, ചെമ്പ് മുതലായവ, ഇരുമ്പ് ഒക്കെയും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും സ്വർണത്തെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് വേർതിരിച്ചിരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട്. സ്വർണം അല്ലെങ്കിൽ ആ ഒരു മിശ്രിതത്തെ, എല്ലാ ഘടകങ്ങളും എല്ലാ പദാർത്ഥങ്ങളും അടങ്ങിയിട്ടുള്ള ആ മിശ്രിതത്തെ പ്രത്യേകം ഫർണസിലൂടെയൊക്കെയും കടത്തിവിട്ട് പല പ്രക്രിയകൾക്ക് ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് ആ തിളക്കമാർന്ന, കീടങ്ങളില്ലാത്ത, മാലിന്യങ്ങളില്ലാത്ത ശുദ്ധമായ സ്വർണം ലഭിക്കുന്നത്. അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ആ സ്വർണത്തെ മൂശയിലൂടെ, ഫർണസിലൂടെ, വളരെ ടെമ്പറേച്ചർ നിറഞ്ഞായ ആ ചൂളയിലൂടെയൊക്കെയും കടത്തിവിട്ട് അതിനകത്തുള്ളതായ കീടങ്ങളും മാലിന്യങ്ങളും ഒക്കെയും മാറ്റി അതിന് പുറത്തേക്ക് വരുമ്പോൾ, അഗ്നിശോധനയിലൂടെ അത് പുറത്തേക്ക് വരുമ്പോൾ അത് മൂല്യമാർന്ന ഒരു വസ്തു, തിളക്കമാർന്ന ഒരു സ്വർണമായിട്ട് മാറുന്നു. നമ്മുടെ ഓരോരുത്തരും ജീവിതം നാം കർത്താവിനാൽ സമർപ്പിക്കപ്പെടുകയും ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുകയാണെങ്കിൽ പല ശോധനകളിലൂടെയും ദൈവം നമ്മെ കടത്തിവിടും. അതെന്തിനാണ്? നമ്മെ തകർത്ത് കളയുവാനോ കരിയിപ്പിച്ച് കളയുവാനോ അല്ല. ആ ശോധനയുടെ അവസാനം നമ്മൾ ആ പരീക്ഷകളിലൂടെയൊക്കെയും കടന്നു പോകുമ്പോൾ മൂല്യമേറിയ മനുഷ്യരായി, ദൈവജനമായി, ദൈവമക്കളായിട്ട് നമ്മെ ഓരോരുത്തരെയും കർത്താവ് മാറ്റും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമായ കിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം പല പരീക്ഷകളിലൂടെയും കടന്നുപോയിരിക്കാം. ആ പരീക്ഷകളിലൊക്കെ നാം വിജയം കണ്ടെത്തിയിട്ടുണ്ടോ? ആത്മീയ ലോകത്തുള്ളതായ പരീക്ഷകൾ നമ്മിൽ പലർക്കും അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കും. അതിലൊക്കെ നാം വിജയം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അത് നമ്മെ മുടിച്ചു കളയുവാനോ തകർത്ത് കളയുവാനോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെയോ കർത്താവിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട് കൂടുതൽ മെച്ചമാർന്ന ഒരു ഉരുപ്പിടിയായിട്ട് മാറ്റിയെടുക്കുവാൻ. അത് ഈ പരീക്ഷകൾ, ഈ മൂലയുടെ അല്ലെങ്കിൽ ഈ മൂശയുടെ ഒരു അനുഭവം നമ്മെ സഹായിക്കും. സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്: വെള്ളിക്കു പുടം, പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ നമ്മുടെ ദൈവം യഹോവയാണ്. നമ്മൾ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത് യഹോവയാണ്. വെള്ളിക്ക് പുടം, സ്വർണത്തിന് മൂശ. സ്വർണത്തിന് ആ ഒരു പ്രത്യേകമായ സജ്ജീകരിച്ചിരിക്കുന്നതായ ആ മൂശയിലൂടെ കടത്തി വിടണം. അതിൻ്റെ മാലിന്യങ്ങളൊക്കെയും നീക്കിയാൽ വളരെ മൂല്യമാർന്ന ഒരു സ്വർണമായിട്ട് അത് മാറും.
കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് യേശു ക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ ഉടനെ, വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ സ്വർഗത്തിൽ നിന്നും ശബ്ദമുണ്ടാകുകയും പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ കർത്താവിന്റെ മേൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. പിതാവായ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് അവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. തുടർന്നുള്ളതായ കർത്താവിന്റെ ശുശ്രൂഷകളൊക്കെയും പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പുണ്ടായിരുന്നു. ഹിസ് ലൈഫ് വാസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതം പരിശോധിച്ചാൽ കർത്താവിന്റെ ലൈഫ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം നാം ദൈവത്തിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് നൽകും. അതിനു വേണ്ടിയ നടപ്പൊക്കെ നമ്മൾ കൃത്യമായിട്ട് നടന്ന് ജീവിക്കുക. നമ്മെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുക. ലോകം അത് അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരുപാട് ശുശ്രൂഷകൾ കർത്താവിന് വേണ്ടി ചെയ്യുവാനുണ്ട്. അതിന് പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് കൂടിയേ തീരൂ. നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യുവാനുണ്ട്. നമ്മൾ മനസ്സിലാക്കുക. എബ്രായർക്കെതിരെ ലേഖനം 12-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. നാം ഇവിടെ പറയുന്നത്, നാം ക്രിസ്തുവിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും സ്നാനത്തിൽ നമ്മുടെ പ്രതിബദ്ധതയെ പ്രതീകപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തുടർന്ന് പരിശുദ്ധാത്മാവ് ജീവിതത്തിലേക്ക് വരികയും എല്ലാ അനീതികളും നീക്കം ചെയ്യുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. കർത്താവിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുക. ആത്മാവിന് വേണ്ടി നിരന്തരം യാചിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് നമുക്കത് നൽകും. ഇനിയുള്ളതായ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ നടത്തിപ്പില്ലാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. നാം പലപ്പോഴും വീഡിയോസിലൊക്കെയും കണ്ടിട്ടുണ്ടാകും പലരും സ്വർണം എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതെന്ന്. അതിലും ഉപരിയായിട്ട് നമ്മെ എല്ലാവരെയും കർത്താവ് അഗ്നിയുടെ ശോധനയിലൂടെ, കഷ്ടതയുടെ ചൂളയിൽ അത്രേ നമ്മെ ഓരോരുത്തരെയും കടത്തിവിടുന്നത്. ആ പരീക്ഷയിൽ നമ്മൾ വിജയം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെ നടന്നോ അതുപോലെ ടു ബി ലൈക്ക് ജീസസ്, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആകുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത്, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും വഴി, നാം നടക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന വഴികളൊക്കെയും കർത്താവിനറിയാം, ദൈവത്തിനറിയാം. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അങ്ങനെ ശുദ്ധമാർന്ന പൊന്നായി മാറുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയുള്ളതായ നാളുകളിൽ കർത്താവിന് വേണ്ടി നമുക്ക് ശക്തിയോടെ വേല ചെയ്യാം. അതിനായിട്ട് നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അടിയങ്ങൾ ഒന്നുകൂടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിരന്തരമായുള്ള കർത്താവെ അടിയങ്ങളുടെ യാചന പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. ഒരു ആത്മാവിന്റെ നടത്തിപ്പ് അടിയങ്ങൾ ഉണ്ടാകുവാനോട് സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു നടന്നതുപോലെ, ജീവിച്ചതുപോലെ ജീവിക്കാൻ അടിയങ്ങളോട് സഹായിക്കണം. പ്രത്യേകിച്ച് അന്ത്യനാളുകളിൽ അങ്ങക്ക് വേണ്ടി വിശ്വസ്തരായിട്ട് ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണം. അടിയനെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവോട് അനുഗ്രഹിക്കണം. ഐശ്വര്യം, സമ്പത്തും സമൃദ്ധിയും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവെ, ഇന്ന് കർത്താവ് ജന്മദിനം ആഘോഷിക്കുന്നതായ സ്നേഹ ശശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാവേലിക്കര സഭയിലായിരിക്കുന്നു. പ്രിയമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. കഴിഞ്ഞ നാളുകളിലൊക്കെയും കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തി തുടർന്ന നാളുകളിൽ ദൂതന്മാർ കാവൽ ചെയ്ത് പ്രിയപ്പെട്ടവരുടെ ജീവിതം അവിടുന്ന് കൂടുതൽ അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ മാണി ചെല്ലപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 20 പേരൂർ സഭയിൽ പ്രിയപ്പെട്ട കടങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ ഐശ്വര്യത്താലും നന്മകളാലും കൊണ്ട് ഓരോ ദൈവമക്കളെ അവർ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകലിൽ നടക്കുന്നതായ അടിയങ്ങളുടെ ഓരോ ജോലിയിലും അങ്ങയുടെ സാന്നിധ്യം, കൂട്ടായ്മ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളണമേ. സ്വർഗ്ഗസ്ഥനാമേൻ. ആമേൻ.
ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ.